തൊടുക പ്രിയൽ മറിയാമിന്നരികെ ചെന്നെത്തി ചൊന്നാൻ ശ്ലോമോ നിന്നോട് കൂടുണ്ടുടയോ നിന്നിൽ നിന്നുദയം ചെയ്തിടുമീ ലോകം രക്ഷിപ്പാൻ തന്നെ പരിശുദ്ധേ സാക്ഷാൽ പറയതാം ദൈവസുതൻ നിന്നിലുദിച്ചാൻ പൗലോസിൻ വചനം പോൽ നദിയെ മരുവിലൊഴുക്കിയൊരാ പറയഹോ പാവനയാ നിൻ സാദൃശ്യത്തെ വിശദം. പ്രഭാത വചനത്തിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം. പെന്തിക്കൊസ്തി പെരുന്നാളിന് ശേഷം വരുന്ന ആദ്യത്തെ ഞായറാഴ്ചയിലേക്ക് പരിശുദ്ധ സഭ പ്രവേശിക്കുകയാണ്. ഇന്നത്തെ പ്രത്യേകമായിരിക്കുന്ന ചിന്തയ്ക്കും ധ്യാനത്തിനും വേണ്ടി പരിശുദ്ധ സഭയുടെ പിതാക്കന്മാർ ക്രമീകരിച്ചു തന്നിരിക്കുന്ന വേദഭാഗം ശുദ്ധമുള്ള യോഹന്നാന്റെ രക്ഷാകരമായ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിന്റെ 26 മുതൽ 35 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ്. വേദഭാഗത്തോട് ചേർത്ത് വിശുദ്ധ ലൂക്കോസ് എഴുതിയ രക്ഷാകരമായ സുവിശേഷം 8-ാമത്തെ അധ്യായം 4 മുതൽ 15 വരെയുള്ള തിരുവചന ഭാഗങ്ങളും വിശുദ്ധ മത്തായി എഴുതിയ രക്ഷാകരമായ സുവിശേഷത്തിന്റെ 11-ാമത്തെ അധ്യായം 20 മുതൽ 30 വരെയുള്ള തിരുവചന ഭാഗങ്ങളും നമ്മൾ ചേർത്ത് ചിന്തിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോടും ജനത്തോടും തിരുവായി മൊഴിയുന്നത് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 5 അപ്പം കൊണ്ട് 5000-ഓളം വരുന്ന പുരുഷാരത്തെ സംതൃപ്തരാക്കി തീർത്തതിന് ശേഷം യേശുക്രിസ്തു അവിടെ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് മാറുകയാണ്. എന്നാൽ യേശുക്രിസ്തു അവിടെ നിന്ന് പോകുന്നു എന്നറിഞ്ഞിട്ട് ആളുകൾ ചെറുപടകുകളിലായി യേശുക്രിസ്തുവിനെ അന്വേഷിച്ച് പുറപ്പെടുകയാണ്. അങ്ങനെ അവർ യേശുവിൻ്റെ അടുക്കലെത്തിയിട്ട്, ഗുരു, നീ എപ്പോഴാണ് ഇവിടെ വന്നതെന്ന് ചോദിക്കുന്നതായിട്ട് നാം ഈ വേദഭാഗത്തിന്റെ ആദ്യ ഭാഗത്ത് കാണുന്നു. യേശുക്രിസ്തു പറയുന്നു, നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത് അത്ഭുതങ്ങൾ കണ്ടതുകൊണ്ടല്ല, അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല, പിന്നെയോ അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ടത്രേ നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നതെന്ന് ശിഷ്യന്മാരോടും തൻ്റെ അടുക്കിലേക്ക് കടന്നു വരുന്ന പുരുഷാരത്തോടുമായി യേശുക്രിസ്തു പറയുകയാണ്. എന്നിട്ട് കർത്താവ് പറയുന്നു, നിങ്ങൾ നശിച്ചു പോകുന്ന ആഹാരത്തിന് വേണ്ടിയല്ല, നിത്യജീവനിലേക്ക് ആനയിക്കുന്ന ആഹാരത്തിന് വേണ്ടിയിട്ടാണ് യത്നിക്കേണ്ടത് എന്ന് അവരോട് പറയുകയാണ്. 2 കാര്യങ്ങളെയാണ് കർത്താവ് ഇവിടെ അർത്ഥമാക്കുന്നത്. ഒന്ന്, നിങ്ങൾ ഭൗതിക കാര്യങ്ങൾ സഫലീകരിക്കുവാൻ വേണ്ടിയാണ് എൻ്റെ പിന്നാലെ വരുന്നത്. അപ്പം തിന്ന് തൃപ്തരായ നിങ്ങൾ നിങ്ങളുടെ ഉപജീവന മാർഗത്തെ സുരക്ഷിതമാക്കി തീർക്കാനാണ് ഇപ്പോൾ എൻ്റെ പിന്നാലെ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. അല്ലാതെ അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ട് വിശ്വാസത്തിൻ്റെ തികവിലല്ല നിങ്ങൾ എന്നെ അനുഗമിക്കുന്നതെന്ന് കർത്താവ് അവരോട് പറയുകയാണ്. കർത്താവിൽ സ്നേഹമുള്ളവരെ, ഇന്നും കർത്താവിൻ്റെ വാക്കുകൾക്ക് ഏറെ പ്രസക്തിയുണ്ട്. നാം യേശുവിൻ്റെ സാക്ഷികളാകുന്നത്, അനുകാരികളാകുന്നത്, ശിഷ്യന്മാരാകുന്നത്, അനുയായികളായി തീരുന്നത് എന്ത് മാനദണ്ഡത്തിലാണ്? നമ്മുടെ ഉപജീവന മാർഗങ്ങളുടെ ഭദ്രതയ്ക്ക് വേണ്ടിയാണോ, അതോ വിശ്വാസത്തിൻ്റെ തികവിലാണോ നാം ക്രിസ്ത്യാനികളായി തീർന്നിരിക്കുന്നതെന്ന് ഒരു ആത്മപരിശോധന നടത്തുവാൻ സമയമായിരിക്കുന്നു. എന്തുകൊണ്ടാണെന്ന് പലരും ക്രിസ്തുമാർഗം തിരഞ്ഞെടുക്കുന്നത്? സ്വാർത്ഥമായ തങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുവാൻ, തങ്ങളുടെ ഭൗതികമായ കാര്യങ്ങളിൽ ഉയർച്ച ലഭിക്കുവാൻ, അനുദിന കാര്യങ്ങളിൽ ആയാസരഹിതമായി മുന്നോട്ട് പോകാൻ, അങ്ങനെ പലവിധ കാര്യങ്ങളാണ് നമുക്കിന്ന് ക്രിസ്ത്യാനികളാകുന്നതിന് കാരണമായി നിരത്തിവെക്കാനുള്ളത്. ഭൗതികതയുടെ പരിപോഷണമായി ഇന്ന് ക്രിസ്തീയ ജീവിതം മാറിയിരിക്കുകയാണ്.
നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ, നമ്മുടെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റപ്പെടണം. അതിന് ദൈവത്തെ നമുക്ക് ആവശ്യമായിരിക്കുന്നു. കർത്താവിൻ്റെ പിന്നാലെ പുറപ്പെടുമ്പോൾ കർത്താവ് പറഞ്ഞതുപോലെ, ഒരുവൻ എന്നെ അനുഗമിക്കാൻ ആഗ്രഹിച്ചാൽ അവൻ തന്നെ ത്യജിച്ച് അനുദിനം തൻ്റെ ക്രൂശുമെടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ എന്നാണ് കർത്താവ് പറയുന്നത്. എന്നാൽ ക്രൂശെടുക്കാൻ താല്പര്യമില്ലാത്ത മനുഷ്യൻ കേവലം ഉദര പൂർത്തീകരണത്തിന് വേണ്ടി മാത്രം കടന്നു പോവുകയാണ്. രണ്ടാമത് കർത്താവ് പറയുന്നത്, നിങ്ങൾ ശരീരത്തിന് വേണ്ടിയാണ് യത്നിക്കുന്നത്. ശരീരത്തിൻ്റെ പോഷണമാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ സത്യത്തിൽ ആത്മാവിൻ്റെ പോഷണമാണ് നമുക്ക് വേണ്ടത്. വിശുദ്ധ മത്തായിയുടെ രക്ഷാകരമായ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിൻ്റെ 31 മുതലുള്ള ഭാഗം പരിശോധിക്കുമ്പോൾ കർത്താവ് ഈ കാര്യം വളരെ വ്യക്തമായി അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആകയാൽ എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ഉടുക്കും എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ വിചാരപ്പെടരുത്. ഇത് ജാതികളത്രേ അന്വേഷിക്കുന്നത്. എന്നിട്ട് 6-ാമത്തെ അധ്യായത്തിന്റെ 33-ാമത്തെ വചനത്തിൽ കർത്താവ് പറയുന്നു, മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുകയും പിന്നീടുള്ളതെല്ലാം നിങ്ങൾക്ക് ലഭിച്ചുകൊള്ളും. അതോടുകൂടെ നിങ്ങൾക്ക് മറ്റുള്ളതെല്ലാം ലഭിക്കും. മുന്നമേ അന്വേഷിക്കേണ്ടത് ദൈവത്തിൻ്റെ രാജ്യവും ദൈവത്തിൻ്റെ നീതിയുമാണ്. ഭൗതികതയുടെ സഫലീകരണത്തിനും സാക്ഷാത്കാരത്തിനും വേണ്ടി അധ്വാനിക്കാതെ ആത്മാവിൻ്റെ നിത്യതയ്ക്ക് വേണ്ടി, ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി യത്നിക്കുവാൻ നമുക്ക് സാധിക്കണമെന്ന് കർത്താവ് അവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങളുടെ യജമാനൻ എന്ന് പറയുന്നത് ദൈവമാണ്. സമ്പത്തോ ധനമാനങ്ങളോ നിങ്ങളുടെ നേട്ടങ്ങളോ കഴിവുകളോ അല്ല, മറിച്ച് സാക്ഷാൽ നിങ്ങളുടെ സൃഷ്ടാവായിരിക്കും ദൈവമാണ്. അതുകൊണ്ട് ആ യജമാനന്റെ കീഴിൽ അനുസരണമുള്ള നല്ല മക്കളായി വർത്തിക്കുവാൻ ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ നമുക്ക് സാധിക്കണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. വിശുദ്ധ യോഹന്നാൻ രക്ഷാകരമായ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിന്റെ 35-ാമത്തെ വചനത്തിൽ കർത്താവായ യേശു ക്രിസ്തു തുടർന്ന് പറയുകയാണ്, ഞാൻ ജീവന്റെ അപ്പമാണ്. എൻ്റെ അടുക്കൽ വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല. എന്നിൽ വിശ്വസിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയുമില്ല. കാരണം ഞാൻ ജീവന്റെ അപ്പമാണ്. നിങ്ങളുടെ ആത്മാവ് പോഷണമുള്ളതായിരിക്കാൻ, ആത്മീയമായി നിങ്ങൾക്ക് വർധനവ് നേടാൻ ജീവന്റെ അപ്പമായിരിക്കുന്ന കർത്താവിൻ്റെ ശരീരം ഭക്ഷിക്കണം. സാക്ഷാൽ ജീവന്റെ അപ്പമായ ക്രിസ്തുവിനെ നമുക്ക് ഏറ്റെടുക്കാൻ സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം നിറവുള്ളതായി തീരുന്നത്. കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങളെ വിശുദ്ധാരാധനയുടെ നിറവിൽ നമുക്ക് അനുഭവിക്കാൻ, അങ്ങനെ ദൈവത്തിന് നമ്മിലും നമുക്ക് ദൈവത്തിലും വസിക്കാൻ അനുഗ്രഹീതമായ ഒരു സാഹചര്യത്തെ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ആത്മീയ പോഷണത്തിന് ഏറ്റവും നല്ല മാർഗം എന്ന് കർത്താവ് ഇവിടെ പറയാതെ പറയുകയാണ്. ജീവന്റെ അപ്പമായ കർത്താവിൻ്റെ അടുക്കലേക്ക് വരുന്നവൻ ഒരിക്കലും വിശക്കുകയില്ല. അപ്പത്തിന് വേണ്ടിയുള്ള വിശപ്പല്ല, ദൈവത്തിൻ്റെ വചനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വിശപ്പായി അത് രൂപാന്തരം പ്രാപിക്കുകയാണ്. വിശ്വാസത്തിലൂടെ നമ്മുടെ ദാഹം അകറ്റപ്പെടുകയാണ്. ശാരീരികവും ആത്മീയവുമായ വിശപ്പും ദാഹവും അകറ്റുവാൻ കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കണമെന്നാണ് വചനം നമ്മളോട് പറയുന്നത്. പെന്തിക്കുസ്തി പെരുന്നാളിൻ്റെ അനുഗ്രഹീതമായ ശുശ്രൂഷകളിലൂടെ പരിശുദ്ധാത്മാവിനെ പുതുക്കി ഒരു പുതിയ ജീവിതാനുഭവത്തിലേക്കും ഒരു പുതിയ ജീവിതക്രമത്തിലേക്കും പ്രവേശിക്കുന്ന നമുക്ക് കർത്താവിനെ തന്നെ നമ്മുടെ ഹൃദയങ്ങളിൽ ഏറ്റെടുക്കുവാൻ, കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങളെ ഭക്ഷിച്ച് പാനം ചെയ്ത് നിത്യജീവനിലേക്ക് വളരുവാൻ ഈ വേദഭാഗം നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്. ജീവന്റെ നാഥനായ സാക്ഷാൽ സ്വർഗീയ അപ്പമായ കർത്താവിനോട് നമുക്ക് ചേർന്നിരിക്കാം. അവനോടുകൂടെ നമുക്ക് പാർക്കാം. അവൻ നമ്മളിലും വസിക്കും. നമ്മുടെ ആകുലതകളെല്ലാം നമുക്ക് കർത്താവിൻ്റെ കയ്യിലേക്ക് കൊടുക്കാം. നമ്മുടെ വിശപ്പും ദാഹവുമെല്ലാം അവനിലൂടെ പരിഹരിക്കപ്പെടാൻ നമുക്ക് കർത്താവിലേക്ക് അടുത്ത് ചെല്ലാം. അതിന്
ഈ വേദചിന്ത നമുക്ക് മുഖാന്തരമായിട്ട് തീരട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും മനോഹരമായ ഒരു കർത്തൃ ദിവസവും അനുഗ്രഹീതമായ ഒരു പ്രഭാതകാലവും ആശംസിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.